കൂമൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ക കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തത് കൂമനിലായിരുന്നു. ഇതിലേക്ക് വരുമ്പം ഇപ്പം ബീച്ചേട്ടനെയും എന്നെയും വെച്ചിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ്. അതെ, ആ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത്. ഇതിലൊരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്നതും അയ്യപ്പനും കോശിയായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലുള്ള രണ്ട് കാസ്റ്റിംഗ് ആണ്, രണ്ട് ഹീറോസ് വരുന്നത്. പക്ഷെ കമേഴ്സ്യൽ സക്സസ് ബാധ്യതയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ജിസ് ജോയ്. അപ്പൊ തീർച്ചയായിട്ടും ഡ്രാമാസ് ഒരുപാട് ഡ്രാമാസ് അല്ല, ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റ്സും ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവസാനം തെളിയിക്കുന്ന അതിലുള്ള സസ്പെൻസ് ഫാക്ടറിനേക്കാളും ആ റൂട്ട് ഉണ്ടല്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ, അത് എക്സൈറ്റിംഗ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും പുതുമ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ആവശ്യം. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ക്യാച്ച്. പ്രൊഡ്യൂസർ, ഇതിനകത്ത് ഈ മനുഷ്യൻ സക്സസ് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പേരുണ്ടാക്കിയ ആളാണ്. അപ്പൊ അതിന്റെ ചില ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, പടം വിജയിക്കും എന്നൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ സിനിമ ഇറക്കാൻ പോകുന്നത്. പക്ഷെ അതും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. നമ്മളെ സിനിമ പൊട്ടിയാൽ ചീത്ത പേര് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഈ സിനിമ കണ്ടിട്ട് എന്താണ്, ജഡ്ജ്മെന്റിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, എങ്കിലും പറഞ്ഞു. ഇല്ല, നമുക്കതറിയാം, നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഫാക്ടറും വളരെ നേരത്തെ നമുക്ക് നഷ്ടപ്പെടും. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ഫോർമാറ്റ് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ സിനിമയെ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. നമുക്കൊരു ബിസിനസ് എക്വേഷൻ എന്നതിനേക്കാൾ മുകളിൽ നമ്മൾ അത്തരത്തിലൊരു സഞ്ചാരം ഈ സിനിമയുടെ തുടക്കം മുതലുണ്ട്. അപ്പം നമ്മൾ വിലയിരുത്തുന്നതിൽ പ്രത്യേകിച്ച് ഒരു ഘടകവുമില്ല. അത് ഫസ്റ്റ് ഇപ്പം ആരൊക്കെ ഇപ്പം നമുക്കിപ്പം നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേരെ സിനിമ കാണിക്കും, പലരുടെയും അഭിപ്രായം എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ പ്രേക്ഷകർ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറായി മാറില്ല. അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്ത് തന്നെയാണ് സിനിമയുടെ ജയപരാജയങ്ങൾ. പിന്നെ ജിസ് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു ബാഗേജ് അയാളുടെ പുറത്തുണ്ടോ എന്നുള്ള അതൊക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതൊന്നും ആലോചിക്കാറില്ല. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗഹൃദത്തിന്റെ പുറത്ത് ആണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലേക്കും വരുന്നത്. ഞങ്ങൾ മൂവരും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ആ ഫാക്ടർ ആദ്യമുണ്ട്. ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ടാണ് ഈ സിനിമയിൽ അത് സംഭവിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളതാണ് അല്ലു അർജുൻ. അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളത്തിന്റെ അല്ലു അർജുനാണ് ജിസ് ജോയ് എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര രസമുള്ളൊരു ഫാക്ടറാണ്. ഒരുപക്ഷെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ഈ ബാക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഫോണിലോ ഇട്ടോ അനുകരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തതിന്റെ അപ്പുറത്തേക്കായിരിക്കും അല്ലേ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇപ്പോഴും ഭയങ്കര രസമായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ, ഒരു സംവിധായകൻ അപ്പുറത്തേക്ക്. അല്ല, ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ 1.5 വർഷം കൂടുമ്പോഴൊക്കെ അല്ലേ അല്ലുവിന്റെ ഒരു സിനിമ വരുന്നുള്ളൂ. ഇപ്പൊ പുഷ്പ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി. ഇനി അടുത്ത 2-3 ശരിക്കും നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ ട്രെയിലർ കട്ടും ഒക്കെ നടക്കുന്ന ഒരു സമയം, അതായത് ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറ്റവും തിരക്കുള്ള സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റിനെ ഫോണിൽ കിട്ടുന്നില്ല. ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ട്രെയിലർ ഡബ് ചെയ്യാൻ പോയേക്കുവാണ്. കാര്യം അദ്ദേഹത്തിന്റെ 6ാമത്തെ സിനിമ, അതിന്റെ തിരക്കിൽ നിൽക്കുന്നു, അതിന്റെ ഫൈനൽ മിക്സ് നിൽക്കുന്നു, അതിന്റെ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്യുന്ന ഒരു അവസരം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലുവിന്റെ സിനിമ ഡബ് ചെയ്യാൻ പോയേക്കുവാണ്. അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ടാണ് ജിസ് അത് ചെയ്യുന്നത്. കമ്മിറ്റ്മെന്റും ഉണ്ട്. ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടൊരു കാര്യത്തിന് ഇറങ്ങുമ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോടെ സമീപിക്കുന്ന ഒരാൾ. ഇപ്പം ഈ സിനിമ നമ്മൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകിലുണ്ട്. അതിന് ഓരോ കാര്യത്തിലും ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യത്തിന് വരെ എടുക്കുന്ന ഒരു എഫേർട്ട്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ പല ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരുപാട് കാലമായിട്ട് നമ്മൾ സൗഹൃദം, പലരും വിളിച്ച് പറയും ഒരു ബർത്ത്ഡേ വിഷ് അയക്കുമോ, അല്ലു അർജുന്റെ ശബ്ദം കുട്ടികൾക്കായിട്ട് മനസ്സിലായില്ലേ. ഞങ്ങളൊരു വീട്ടിൽ പോയിട്ട് ഞങ്ങളൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്ന് അവിടുത്തെ ഗൃഹനാഥനും ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി കുറേ കുട്ടികൾ ഓടി വരുന്നു, അല്ലു അർജുൻ അവരുടെ താഴത്തെ ശബ്ദം കേട്ടിട്ട് അവർ ഓടി താഴേക്ക് വരുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്കും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്റെ കൺവെട്ടത്ത് ഏറ്റവും ഒരു മഹാമേരു പർവ്വതം പോലെ ഇങ്ങനെ വളർന്ന ഒരു താരം എന്ന് പറയുന്നത് അല്ലു അർജുനാണ്. കാരണം ഞാൻ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ അയാളുടെ ആര്യ ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഉള്ള ഇന്റർവ്യൂവില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് നോക്കുമ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുന്ന ആ പരുവത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ തഗ്ഗല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഈ അദ്ദേഹത്തിന്റെ വളർച്ച ഞാൻ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിന് സ്റ്റിൽ ഇപ്പോൾ ഈ ആരും പറഞ്ഞ പോലെ
ഞാൻ ഒരിക്കലും ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സ്ക്രീൻ പ്ലേസ് എഴുതാറുണ്ട്, സിനിമ ഡയറക്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡബ് ചെയ്യാറുണ്ട്, ആഡ് ഫിലിംസ് വയ്ക്കാം. ഞാൻ എൻ്റെ ഒരു ജോലിയും മറ്റേതിനായിട്ട് കൂട്ടിക്കെട്ടാൻ സമ്മതിക്കാം. അത് ഈ ജോലി ആ ജോലി എഫക്ട് ചെയ്യാനായിട്ട് അത് ഞാൻ ഇതുവരെ കഴിഞ്ഞ 22 വർഷമായിട്ട് ശ്രമിക്കുന്നൊരു കാര്യമാണ്. ആ ജോലി ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ ആളായിട്ടിരുന്ന് ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്തെ പാട് ഞാൻ സംവിധായകനായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് എഴുതുമ്പോൾ ഞാൻ അങ്ങോട്ട് 3 സജഷൻസ് പറയാം, ഒന്നുമില്ല. ആ ഡയറക്ടർ എന്താണോ പറയുന്നത് അതിന് പറ്റുന്ന പാട്ട് എഴുതുക. അല്ലെങ്കിൽ ഡബ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഡയറക്ടർ എന്താ പറയുന്നത് അതനുസരിച്ച് അത് ഇപ്പൊ പുഷ്പ ഡബ് ചെയ്യാൻ വേണ്ടി വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്. ഹൈദരാബാദിൽ നിന്ന് കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അവരെയാണ് ഒബേ ചെയ്യേണ്ടത്. അവിടെ ഞാൻ ഡയറക്ടറേ അല്ല, ഞാൻ വെറും ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ഡബിങ് ആർട്ടിസ്റ്റ് മാത്രമാണ്. അപ്പോൾ അല്ലെങ്കിൽ ആഡ് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് ആഡ് ഫിലിംസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈ പരസ്പരം ഒന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യാത്തൊരു പ്രോസസ്സ് ഞാൻ ഉള്ളിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പുള്ളിയുടെ മാനറിസം ചില ആ പടത്തിൽ കാണിക്കുന്ന മാനറിസം ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലേ? ഇത് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയി ഇത് എവിടെയെങ്കിലും നമ്മുടെ കുളിക്കുമ്പോഴും എപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കില്ല. ഭയങ്കര രസം പരിപാടിയല്ലേ? കുളിക്കുമ്പോ എന്തായാലും ഓർക്കാൻ വഴിയില്ല. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഞാൻ കണക്കൂട്ടിയതാ. കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറില്ല. എനിക്ക് ഈ അല്ലു അർജുനോട് ഭയങ്കരമായ ഒരു സൗഹൃദം തോന്നുന്നുണ്ട് പല സമയത്ത്. അതിന്റെ കാരണം ഇദ്ദേഹമാണ്. അതെ, എന്റെ സുഹൃത്താണ് അല്ലു അർജുൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ശബ്ദ മാച്ചിങ് കൂടെ ആണല്ലോ. ആ സമയത്ത് കേൾക്കുന്നപ്പോ എവിടെയെങ്കിലും ഒക്കെ അത് എപ്പോഴെങ്കിലും ഒക്കെ എങ്ങനെ അടിക്കുമല്ലേ? അല്ലു അർജുൻ അടിക്കും. എനിക്ക് ആദ്യം ജിസിന്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പല സമയത്തും ആക്ഷനും കട്ടും പറയുമ്പോൾ അല്ലെ മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു അല്ലു അർജുന്റെ പ്രസൻസ് എപ്പോഴും ലൊക്കേഷനിൽ ഫീൽ ചെയ്യും. അല്ലു അർജുനൊക്കെ ഉണ്ട് ഈ എബ്രിഡ് ഷൈന്റെ മകൻ 1983 അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഈവൻ എന്നെ വിളിച്ചിട്ട് മോനെ ഉപദേശിക്കാൻ പറയും. അതായത് അല്ലു അർജുൻ അവൻ പറഞ്ഞ് കേൾക്കാതിരിക്കുമ്പോഴൊക്കെ അച്ഛന്റെ കൂട്ടുകാരാണ് അല്ലു അർജുൻ, നിന്നെ അപ്പൊ അവന് ഇവനിഷ്ടമുള്ള ആളാണെന്ന് ഞാൻ ഉപദേശിക്കും, അവനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞേ. ഒരു പേനാക്കത്തിയായിട്ട് വരും. അല്ലെങ്കിൽ ഈ വോയിസ് ഭയങ്കരമായിട്ട് അങ്ങനെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റില്ല. അപ്പോ പോലീസുമായിട്ടൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ അവര് നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ഞങ്ങളുടെ സുഹൃത്ത് പറയുന്നു, ചേട്ടൻ ഡയറക്ടറാണ്, ഇന്ന ആളാണ്, എവിടെ പുള്ളിയൊന്നും അടുക്കുന്നത് പോലും ഇല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ജിസ് മിണ്ടാതിരിക്കുക. അപ്പൊ ജിസ് സംസാരിച്ചു. പുള്ളി പെട്ടെന്ന് നിർത്തിയിട്ട് ജിസിനെ നോക്കിയിട്ട് അല്ല അല്ലൂർ. അപ്പൊ ഞങ്ങൾക്കൊരു പിടിവിളി കിട്ടി. അപ്പോൾ അതിന് പിടിച്ചു. അതിന് ഞാൻ സാർ എല്ലാ പടവും അന്വേഷിച്ചിട്ട് എല്ലാം തന്നെയാണ്. അപ്പൊ പുള്ളി ഒന്ന് മോനെ വിളിച്ചോട്ടെ, അങ്ങനെ അവിടെ ഊരിയതാണ്. ബാക്കി എല്ലാം പറഞ്ഞിട്ട് ഫോൺ ചെയ്ത വണ്ടി ഓടിച്ചു പോകുമ്പോ ഫോൺ ചെയ്തതാണ്. അത് നേരെ കണ്ടു, അവര് കണ്ടു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിടിച്ചിരുത്തി അവര് ഇങ്ങനെ മറ്റേ ഫൈൻ അടയ്ക്കാൻ പറയുന്നു. നമ്മൾ പറയുന്നു ഇങ്ങനെ പ്ലീസ് അറിയാം അത്യാവശ്യ കോള. നോ നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുന്നല്ലേ, നിങ്ങൾ അയ്യപ്പനും കോശിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. അപ്പൊ നമ്മൾ പോലീസുകാർ നിങ്ങൾ സിനിമക്കാരാണെന്ന് ചിന്ത പ്രശ്നം, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞ വൺ ഡയലോഗ്. ശരിയാ, നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നില്ല ശരിയാ, നമ്മളല്ലേ റോങ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് എന്റെ കൂടെയുള്ള ഇവരെല്ലാം മറ്റേ സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതൊന്നും പുള്ളിക്ക് വിഷയമേ അല്ല. അത് കഴിഞ്ഞ് ഈ അല്ലു അർജുനിലേക്ക് എത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അന്ന് വൈകുണ്ഠപുരം എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലു അർജുൻ മറ്റേ ടേബിളിന്റെ മുകളിൽ കയറിയിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. അത് കാണിച്ചാലേ കുട്ടി ഭക്ഷണം കഴിക്കും. നിങ്ങളെ ഞാൻ എങ്ങനെ ഫൈൻ അടയ്ക്കും? അല്ലു അർജുന് കേരളത്തിലൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന കാശ് വിഡ്രോ ചെയ്യായിരുന്നു. ഫോൺ വിളിച്ചു പറഞ്ഞു ഒരാള് വരുന്നുണ്ട്, ഒരു 5 കോടി രൂപ. ലിറിസിസ്റ്റ് എന്ന ജിസ്വയും ഈ അല്ലു അർജുനന്റെ ജിസ്വയും ഒരു അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാം. അധികം ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ നമുക്ക് തലവനിലേക്ക് തിരിച്ചു വരാം.